വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആക്ച്വലി പ്രണയിനികളും അല്ലെങ്കിൽ റോസ് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും ഡയറി മിൽക്കും ഒക്കെയാണ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാലന്റൈൻസ് ഡേ നമ്മളെപ്പോഴും കമിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രണയിനികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആക്ച്വലി വാലന്റൈൻ എന്ന് പറഞ്ഞാൽ ഡിയർ വൺ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളൊരു മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. നമ്മുടെ മാതാപിതാക്കളാവാം നമ്മുടെ വാലന്റൈൻസ്, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മുടെ വാലന്റൈൻസ് ആവാം, ഒരു ക്ലോസ് ഫ്രണ്ട് പോലും നമ്മളൊരു വാലന്റൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു വാലന്റൈൻ നമുക്കുണ്ടെങ്കിൽ ആ വാലന്റൈനെ എങ്ങനെയാണ് കരുതുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ സ്നേഹം പ്രകടമാക്കാനായിട്ടുള്ള ഒരു ദിവസം എന്നുള്ളത് മാത്രമേ ഈ ഒരു വാലന്റൈൻസ് ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് മൈഗ്രൈൻ രോഗികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും വളരെ പേഴ്സണലായിട്ട് ഇൻ ഡെപ്ത് കോൺവെർസേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ മനസ്സിലൊക്കെ ഈ ഒരു സ്നേഹം വേണം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പലരും അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ മക്കളോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ഭാര്യയ്ക്കുള്ള സ്നേഹം ഭർത്താവിനോട് പ്രകടിപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ സ്നേഹം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് നടക്കാൻ ശീലിച്ചവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നെ ആരും കരുതുന്നില്ല, നേരെ മറിച്ച് യാഥാർത്ഥ്യം അതല്ലെങ്കിലും അത്തരത്തിലാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലൊരു മൈഗ്രൈൻ രോഗി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ മകനോ ആരോ ആയിക്കോട്ടെ, പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾ കൃത്യമായിട്ട് കരുതുന്നുണ്ടോ, ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കരുതലും ആ ഒരു ടൈമും അല്ലെങ്കിൽ ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അവർക്ക് എന്താണെന്ന് ആവശ്യമെന്ന് മനസ്സിലാക്കി അവരെ നോക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുമുള്ള ഒരു കെയർ നമ്മൾ എടുക്കുന്നതായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈയിടെയായിട്ട് ആചരിച്ചു വരുന്ന പല ദിവസങ്ങളാണ് മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു ഡേയിൽ മാത്രം അമ്മയെ ഓർക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡേയിൽ മാത്രം വാലന്റൈനെ ഓർക്കുക എന്നുള്ള രീതിയിലല്ലാതെ ആ ഒരു ഡേയിൽ എങ്ങനെയാണോ നമ്മൾ ഓർക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലും അവരോട് അതേ സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള സമയവും സ്നേഹവും കരുതലും കൊടുക്കുന്നുണ്ടെന്നുള്ളത് വർഷാവസാനം വരെയും അല്ലെങ്കിൽ വർഷത്തിലുടനീളവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. So starting this Valentine's Day, let us spread love amongst our Valentines.